നമ്മുടെ കൈവശം ഏതെങ്കിലും ഒരു ചോപ്പർ ഉണ്ടെങ്കിലേ വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ബീട്രൂട്ട് കുറേ ദിവസമായിട്ട് ഇങ്ങനെ എൻ്റെ ഫ്രിഡ്ജിനകത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു ബ്ലേഡ് ഇട്ട് കൊടുത്തില്ല, ഒരു 10 സെക്കൻഡ് ഒന്ന് ചോപ്പ് ചെയ്തപ്പോൾ അത് ദേ നല്ല തോരന് റെഡിയായി. പിന്നെ ഞാൻ ദേ ബ്ലേഡ് മാറ്റിയിട്ട് സവാള സ്ലൈസ് ചെയ്യുന്ന ആ ഒരു ബ്ലേഡ് ഇട്ട് കൊടുത്തപ്പോൾ ഇതുപോലെ ബീട്രൂട്ട് നല്ല സ്ലൈസായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാവിൽ മുക്കി വറുത്തെടുക്കാനൊക്കെ ഇതുപോലെ സ്ലൈസ് ചെയ്താൽ ഈസിയാണ്. പിന്നെ ഞാൻ അടുത്തത് ബ്ലേഡ് ഇട്ടത് നമ്മൾ ഗ്രേറ്റ് ചെയ്യാറില്ലേ, ആ ഒരു ബ്ലേഡാണ്. അപ്പോൾ അതിന് ഇതുപോലെ 2 പീസായിട്ട് നമ്മൾ ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് അതെല്ലാം ഒരു 5-10 സെക്കൻഡ് കാര്യമേ ഉള്ളൂ കേട്ടോ. അത് ആ ഒരു ക്യാപ്പ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നല്ല പൂ പോലെ അത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മെഴുക്ക് പുരട്ടാൻ കറക്റ്റ് പാകത്തിനാണ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു 3 രീതിക്ക് ഞാൻ സ്ലൈസ് ചെയ്തും കട്ട് ചെയ്തും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി തോരൻ വെക്കാൻ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചെറുതായിട്ട് എടുക്കാം. അപ്പോൾ ആ സെയിം ഫസ്റ്റ് ബ്ലേഡ് ഇട്ടിട്ട് തന്നെ കുറച്ച് ഒരു 5 സെക്കൻഡ് കൂടുതലൊന്നും അടിക്കുമ്പോൾ കുറച്ചും കൂടി ചെറുതായിട്ട് കിട്ടും. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനും സ്ലൈസ് ചെയ്തെടുക്കാനും ഒക്കെ പറ്റും.